ഹായ് ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ലോങ് ട്രിപ്പിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 3-4 ദിവസത്തെ വീഡിയോ ആണ്, പക്ഷേ എല്ലാം ഷോർട്ട് ക്ലിപ്പായിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം രാവിലെ സമയം ഒരു 7 മണി 7:15 അപ്പോൾ രാവിലെ തന്നെ കുറ്റിയും പറിച്ചത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ വയനാട് ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്, സോ അതിന് പോവാണ്. അപ്പം എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തലേദിവസം തന്നെ എല്ലാം എടുത്തൊക്കെ വെച്ചു. അപ്പോൾ ബ്രദർ നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഒരു 7:30 7:45 ആ ഒരു ടൈമിങ്ങിനാണ് നമുക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ മോൻ ട്രെയിനിൽ കയറുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അവൻ ഓട്ടോയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ കുറച്ച് ഹറിബറി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ എടിപിടി എന്ന് പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് വേഗം ചാടി കയറി ഇരുന്നു. അങ്ങനെ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. നമ്മൾ നേരെ ആദ്യം പോയത് എറണാകുളത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഇക്കയുടെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും അവർക്ക് എന്തോ ഒരു എമർജൻസി വന്നുകൊണ്ട് നമ്മൾ കുറച്ച് പോസ്റ്റായി. അപ്പോഴേക്കും പറഞ്ഞു എന്നാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഉണ്ട് അവിടെ ആലുവയിൽ, അപ്പോൾ നമുക്കെന്നാൽ അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മെട്രോയിൽ കയറി ആലുവയിൽ ചെന്നിറങ്ങി. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് കുറച്ച് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വയനാടത്തേക്കുള്ള ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഏതാണ്ട് ഒരു 10:30-10:45 ആയി അവിടെ നമ്മൾ വയനാടേക്ക് തിരിച്ചത്. അപ്പം നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ജാം ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ രാവിലത്തെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെയും യാത്ര തിരിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ രാത്രി ആയതോടെ നമ്മൾ വയനാട് ചെന്നു. അതിനിടയ്ക്ക് നമ്മൾ ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. വയനാട് അങ്ങനെ എത്തി, വയനാട് സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വയനാട് റൂമും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഇവിടെ നോക്കുമ്പം ശരിക്കും നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ കൂടി നോക്കുവാണെങ്കിൽ അവിടെ ഒരു മല കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ രാവിലത്തെ ആ ഒരു മഞ്ഞും ഇതൊക്കെ കാരണം നമുക്ക് കറക്റ്റ് വിസിബിളായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ കൂടി അവിടെ നിന്ന് നേരെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കൂർഗിലേക്കാണ്. കർണാടക കൂർഗിലോട്ടാണ് നമ്മൾ യാത്ര തിരിച്ചത്. അപ്പം നമ്മൾ പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ റൂമിൽ ചെക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്, സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ്. അങ്ങനെ നമ്മൾ കുറേ കാടുകൾ താണ്ടി കുറേ ചെക്ക് പോസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ നേരെ ചെന്നത് കൂർഗ് മടിക്കരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ നമ്മൾ രാജാ സീറ്റിലോട്ടാണ് ആദ്യം പോയത്. നമ്മൾ ചെന്നപ്പോഴേക്കും കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, സന്ധ്യയൊക്കെ ആയി. നല്ല ലോങ് ആണ്, അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇവിടെ ചെന്നപ്പോഴേക്കും പുറത്ത് തൊട്ട് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ടിക്കറ്റും ഇതൊക്കെ എടുക്കാൻ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് നമുക്ക് ആദ്യം ആ ഒരു ഫ്രണ്ട് എൻട്രൻസും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ പറയുവാണെങ്കിൽ രാജാസ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാജാവും രാജ്ഞിയൊക്കെ റിലാക്സ് ചെയ്തിരിക്കാനും അവിടുത്തെ വ്യൂ കാണാനൊക്കെ വന്നിരുന്നൊരു സ്ഥലമാണ്. ഇതാണ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാജാസ് സീറ്റ്, കിങ് സീറ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ഇവിടെ നല്ല ഗാർഡൻ ഏരിയ ഉണ്ട്, ഒരുപാട് ഒത്തിരി ഏക്കറിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട് പിള്ളേർക്ക് പറ്റി. പിന്നെ വാട്ടർ ഡാൻസ് ഉണ്ട്. അത് രാത്രി ആകുമ്പോഴാണ് ഈ വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് വാട്ടർ ഇങ്ങനെ ഡാൻസ് ചെയ്താണ്, നല്ല ഭംഗിയാണ്. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ഫാമിലിയായിട്ട് വന്നാലും നമുക്ക് ബോറടിക്കത്തില്ല, കുറേ നേരം നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഹോം സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മളൊരു ഹോം സ്റ്റേ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമായില്ല. അങ്ങനെ നമ്മൾ വേറൊരു ഹോം സ്റ്റേ എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്തു. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആട്ടോ. 2 പിള്ളേരും കൂടി ബെഡിൽ കിടന്ന് മറിയുമായിരുന്നു. അവർ 2 പേരും കൂടി ഭയങ്കര കൂട്ടായി. അങ്ങനെ അവർ കളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഇനി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പുണ്ടായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നമ്മൾ കൂർഗിൽ പോയെന്ന് പറഞ്ഞാലും എല്ലാ ഇന്ത്യൻ ഫുഡ്സാണ്. എല്ലാം മലയാളികളില്ലാത്ത സ്ഥലമില്ലെന്ന് വേണം പറയാൻ. അതുപോലെയുള്ള അടിപൊളി ടേസ്റ്റ്. നമുക്ക് ഇവിടുത്തെ ഫുഡ് നമ്മൾ മിസ് ചെയ്തില്ല, ചായ ആണെങ്കിൽ പോലും. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയെന്ന് വെച്ചാൽ കോട്ടയാണ്, മടിക്കരി കോട്ട ടൗണിൽ തന്നെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏക്കറിൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇത് മുദ്ദുരാജ എന്നും പറഞ്ഞ രാജാവാണ് ഇത് ബിൽഡ് ചെയ്തത്. 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടത്തിലാണ് ഇത് പണി കഴിപ്പിച്ചത്. ഇപ്പം ഇത് എന്തോ ഒരു ഓഫീസായിട്ട്, DC ഓഫീസായിട്ട് അങ്ങനെ എന്തോ വർക്ക് ചെയ്യുവാണ്. അവിടെ എന്തോ അതിനകത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഉച്ചയോടെയാണ് അവിടെ എത്തിയത്. അപ്പം ഉച്ചയ്ക്ക് നിങ്ങൾ ഓർക്കുമ്പോൾ പൊരി വെയിലാണല്ലോ എന്ന്, പക്ഷേ നമുക്ക് ആ ഒരു ചൂട് അവിടെ അറിയപ്പെടുന്നില്ല. മൊത്തത്തിൽ അവിടുത്തെ ഹ്യൂമിഡിറ്റി മൊത്തം തണുപ്പായതുകൊണ്ട് നമുക്ക് അത്രയും ചൂട് അറിയുന്നില്ല. പിന്നെ അതിനകത്തൊരു അമ്പലം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെയെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ, പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. നമ്മളിതിൻ്റെ സൈഡിൽ കൂടി അങ്ങോട്ട് പോയി.
പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ. ഒരുപാടുണ്ട്, നമുക്ക് നടന്ന് കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങൾ മുകളിലോട്ടൊക്കെ കയറി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് അബ്ബേ വാട്ടർഫോൾസിലോട്ടാണ്. ഇത് നമ്മൾ അത്യാവശ്യം ഇങ്ങനെ താഴത്തോട്ട് നല്ല നടപ്പുണ്ട്, നടന്ന് വേണം ഇറങ്ങാൻ വേണ്ടി. ഇവിടെ നമുക്കൊരു തൂക്കുപാലം വാട്ടർഫോൾസും ഒക്കെ ഉണ്ട്. പക്ഷേ തൂക്കുപാലത്ത് നമുക്ക് കയറാൻ പറ്റിയില്ല. അവിടെ അതെന്തോ എനിക്ക് തോന്നുന്നു നശിഞ്ഞിട്ട് മൊത്തം അടച്ചിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഇതും ഈ പറയുന്ന പോലെ 2 സൈഡിലും എന്തോ പ്ലാനറ്റും കാര്യങ്ങളൊക്കെ അവിടെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി കുറേ ആൾക്കാർ അവിടെ റെസ്റ്റ് എടുത്ത്, നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് അറിയത്തില്ല, പക്ഷേ കയറുമ്പോൾ നല്ല എഫേർട്ട് എടുത്ത് വേണം കയറാൻ. അങ്ങനെ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ അബ്ബേ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പോയ സമയത്ത് വെള്ളം കുറവായിരുന്നു, പക്ഷേ മഴ സമയത്ത് ഭയങ്കര വെള്ളമാണ്, കുത്തിയൊലിച്ചാണ് വരുന്നത്. കാവേരി നദിയുടെ ആദ്യ ഭാഗം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ഒരു കാട് പോലെ കിടക്കുന്ന സംഭവത്തിന് നടുക്കായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എൻട്രി ഫീസൊക്കെ ഉണ്ട്. നമ്മൾ രാജാ സീറ്റിലും എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നേരെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കയറിയത്. നമ്മൾ മീൽസാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. കേസരിയൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ എല്ലാം കൂടി കുഞ്ഞു കുഞ്ഞായിട്ട് വെക്കത്തില്ല, അങ്ങനത്തത്. പിന്നെ ഇവിടുത്തെ കൂർഗിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്നൊക്കെ അവിടുത്തെ ഒരു സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ യാത്ര തിരിച്ചു. അവിടുന്ന് നമ്മൾ കുറേ കാടൊക്കെ കയറി എന്തൊക്കെയോ സ്ഥലങ്ങളിലൂടെയൊക്കെ കയറിപ്പോയത്. ഇവിടെ നമ്മൾ ആനേനെയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഒരുപാട് ശരിക്കും യാത്ര കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ചെന്നെത്തിയത് ഗോൾഡൻ ടെമ്പിളാണ്, അതായത് ബുദ്ധന്മാരുടെ സ്ഥലം. അതാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെയും ഈ പറയുന്ന പോലെ അത്യാവശ്യം നിങ്ങൾക്ക് ആ പാർക്കിങ്ങിൻ്റെ ഏരിയ കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം ആൾക്കാരാണെന്ന്. ഒരുപാട് കേരളത്തിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ ആൾക്കാർ ഒത്തിരി പേര് ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന സ്ഥലം മൊത്തവും അവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പിന്നെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തായിട്ട് തന്നെയാണ്. നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അത് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ കയറുന്നതിന് പ്രത്യേകിച്ച് എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. പിന്നെ ഇതാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 60 അടി ഉയരമാണ് ഇതിനുള്ളത്. പിന്നെ ഇതുപോലെ ചെറിയ ടെമ്പിൾസും കാര്യങ്ങളും അകത്തും കാര്യങ്ങളുണ്ട്. ഈ കാണുന്ന മൊത്തം ഏരിയാസിലും കൊച്ചു പിള്ളേരുടെ ഈ ബുദ്ധന്മാരുടെ ആ ഒരു പഠിക്കത്തില്ലേ, അതിൻ്റെ ആ ഒരു ടീച്ചിങ് ഏരിയാസാണ് ആ കാണുന്നതെല്ലാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് നീറ്റാണ്, ഭയങ്കര ഡിസിപ്ലിനാണ്, ഭയങ്കര സൈലൻസാണ്. ആരും അങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒച്ചയിടുകയോ ബഹളം വെക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് എന്ന് പറയത്തില്ല, അതുപോലെയാണ്. നമ്മളിവിടെ കയറുന്നതിന് മുന്നായിട്ട് ചപ്പലൊക്കെ അവിടെ വെക്കണം. ചെരുപ്പൊക്കെ വെക്കുന്നതിന് എന്തോ ചെറിയ ഫീസോ കാര്യങ്ങളോ ഉണ്ട്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി. അപ്പം ഇതിന് നമ്മൾ കയറുമ്പോഴും ഒത്തിരി ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങുന്നത്. ഇതാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. ഇതിനകത്തായിട്ട് ഒരുപാട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ടും അതിനകത്ത് ആളുണ്ടായിരുന്നു. ഇതുകൊണ്ടോ ഭയങ്കര നീറ്റാണ്, ഭയങ്കര ക്ലീനാണ്. നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരത്രയും അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇൻസ്പെക്ഷൻ പോലെ അവരിടയ്ക്കിടയ്ക്ക് വന്ന് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു സ്റ്റാച്യൂവിൻ്റെ അടുത്തോട്ട് പോകാനുള്ള പെർമിഷനും കാര്യങ്ങളും നമുക്കൊന്നുമില്ല. അവിടെ നമുക്ക് ഇരിക്കാം, റിലാക്സ് ചെയ്യാം, കിടക്കാം, ഇരിക്കാം, അതൊക്കെ നമുക്ക് അലൗഡാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് പിള്ളേർ അവിടെ നിന്ന് കുറേ നേരം ഓടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളിച്ചു. പിന്നെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ബുദ്ധന്മാർ വന്നിങ്ങനെ നോക്കുന്നതുകൊണ്ട് ആൾക്കാർ അവിടെ നിന്നവരൊക്കെ അവരുമായിട്ടൊക്കെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതും അതിനകത്ത് തന്നെയുള്ളൊരു പോർഷനാണ്. ഇവിടെയും നമുക്ക് കയറാം. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് അകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ അമ്പലമൊക്കെ പോലെ തന്നെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു ഇതായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. നമുക്ക് കയറുന്നതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വന്ന് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു വേറെ. അതിനടുത്തായിട്ട് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴേക്കും കാവേരി നദി ഇവിടാന്ന് കണ്ടു. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ റൂം എടുത്തേണ്ടത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ താഴത്തോട്ട് ഇത് ഇറങ്ങിപ്പോണം. പക്ഷെ ഒരുപാട് നടക്കാനും കാര്യങ്ങളൊന്നുമില്ല. കാവേരി നദി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നൊരു നദി അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അവസ്ഥ ഇതായിരുന്നു. പിന്നെ ഈ ഒരു എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നല്ലതായിരുന്നു, എല്ലാം പോസിറ്റീവായിരുന്നു. പക്ഷേ ഈ ഒരു വെള്ളത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? നമുക്കൊന്ന് കാലോ അല്ലെങ്കിൽ ഒന്ന് കയ്യോ നനയ്ക്കാൻ പോലും തോന്നില്ല, അത്രയും പോറായിട്ടാണ് കിടന്നിരുന്നത്. ഫുൾ അഴുക്കായിരുന്നു. ഇനി ഈ ഭാഗം മാത്രമാണോ ഇങ്ങനെ, അത് ബാക്കി എല്ലാ ഭാഗങ്ങളും നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര മോശമായിട്ടാണ് കിടന്നത്. ഒത്തിരി ഈ ഡ്രഗ്സ്, പിന്നെ സിറിഞ്ചുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് അവിടെയുള്ള ആൾക്കാർ അത് കെയർ ചെയ്യുന്നില്ല. ഒരു ലോക്കൽ ഏരിയ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെയും യാത്ര തിരിച്ചു. ഇതും കാട്ടിലൂടെയാണ് യാത്ര. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ആനേനെ കണ്ടിട്ട് ഇറങ്ങി. എനിക്ക് തോന്നുന്നു വീഡിയോ എടുത്തായിരുന്നു, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല.
കുറച്ച് ദൂരമായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ട, അടുത്തൊന്നുമല്ല, കുറച്ച് ലോങ് ആയിട്ട്. ഈ കാണുന്ന കേട്ടോ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത്, അതുകൊണ്ടാട്ടോ എനിക്കറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. അവിടെ ഒരെണ്ണം അല്ല 2-3 ഞങ്ങളിങ്ങനെ അങ്ങോട്ട് വരുന്ന വഴിക്ക് ഇടയ്ക്ക് നിൽക്കുന്നത് കണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതായിട്ട് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയത് ഇവിടെയാണ്. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ യാത്ര തുടർന്നു. നമ്മൾ തിരിച്ച് വന്നതെന്ന് വെച്ചാൽ നമ്മൾ മാഹി വഴിയാണ് കയറി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി, കാസാഡ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. അവിടെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ പോയ സ്ഥലങ്ങളെല്ലാം ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കേരളം നമുക്ക് മിസ് ചെയ്തില്ല, അങ്ങനെ വേണം പറയാൻ. കാരണം ഫുഡാണെങ്കിലും ചായ ആണെങ്കിലും എനിക്ക് കേരളത്തിനകത്തുനിന്ന് കുടിച്ചൊരു ചായ മാത്രമേ ഇഷ്ടപ്പെടാവുകയുള്ളൂ. അതായത് ഒരു ചായക്കകത്ത് പകുതിയും എന്താ പറയേണ്ടത് തേയിലയാണ്, അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെടായികയായിട്ടുള്ള. പിന്നെ നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് അത്യാവശ്യമല്ല, തിരക്കാണ്. ഞങ്ങൾ ഇതിന് മുന്നേ കോഴിക്കോട് ബീച്ചിൽ പോയപ്പോഴും നല്ല തിരക്കായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് അവിടെ. അത് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നല്ല രസമാണ്. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് പിള്ളേരെയൊക്കെ കളിക്കാനൊക്കെ വിട്ടു. പിന്നെ നമ്മൾ ഐസ് വരണ്ടിയതൊക്കെ വാങ്ങിച്ച് കഴിച്ചു, ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. മാങ്ങായും അതുപോലെ തന്നെ നെല്ലിക്ക ഉണ്ടായിരുന്നു, പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു. ഇതാണ് ഐസ് ചുരണ്ടിയത്. ഇത് മധുരവും ഉണ്ട്, അതുപോലെ തന്നെ എരിവും അങ്ങനെ എന്തോ സംഭവം പൊളിയായിട്ടുള്ളതുണ്ട്. ഞാൻ മധുരമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുന്നേ പോയപ്പോഴും വാങ്ങിച്ച് കഴിച്ചതാണ്. ഇപ്പോഴും ഞാൻ വേണമെന്നും പറഞ്ഞ് ബഹളം വെച്ച് വാങ്ങിച്ച് കഴിച്ചതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കോഴിക്കോട് പോയിട്ടുള്ളവരാണെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിലും. കുറേ നട്ട്സും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയും കപ്പലണ്ടിയും ഒക്കെ ഇട്ടിട്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയോ സർബത്തും തേനും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കസകസും ഒക്കെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഇവിടുന്ന് തന്നെ നമ്മളിതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, പിള്ളേർ രണ്ടുപേരും കളിക്കാനൊക്കെ വിട്ടു. ശരിക്കും നല്ല ട്രിപ്പായിരുന്നു. നമുക്ക് ശരിക്കും ബോറടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും 2 മണിയായി, എറണാകുളം എത്തിയപ്പോഴേക്കും, ആലുവ എത്തിയപ്പോഴേക്കും. അങ്ങനെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് മോർണിംഗ് ആയപ്പോഴേക്കും അവർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ വന്നു, നമ്മൾ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ആലപ്പുഴയിൽ ബ്രദർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ എത്തി. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ടും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.